ഹായ്, എല്ലാവർക്കും ഇന്നത്തെ റേമയിലേക്ക് സ്വാഗതം. വചനത്തിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാം. നമ്മളങ്ങനെ ശ്രവിക്കുന്ന ഓരോ വചനത്തിനെയാണ് റേമവചനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ റേമവചനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ഒപ്പം തന്നെ നമ്മുടെ ഹൃദയങ്ങളെ നിർമ്മലമാക്കി ദൈവത്തെങ്കിലേക്ക് ഉയർത്താം. കേൾക്കുന്ന വചനത്തിലൂടെ നമുക്ക് യേശുവിനെ സാക്ഷ്യം വഹിക്കുകയും ചെയ്യാം. നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. പിതാവായ ദൈവമേ, വചനമാകുന്ന യേശുവിലൂടെ ഞങ്ങളുടെ അടുത്ത് അങ്ങ് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കേൾക്കുന്ന വചനത്തിൻ്റെ ആന്തരികർത്ഥം പൂർണ്ണമായി ഗ്രഹിച്ചുകൊണ്ട് യേശുവിനെ മാത്രം പിൻചെല്ലാൻ ഞങ്ങളങ്ങ് ശക്തരാക്കുകയും ചെയ്യണമേ. നമുക്കെല്ലാവർക്കും മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവമ്മയോടുകൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വചനത്തിൻ്റെ അമ്മയായ മറിയമേ, ഞങ്ങളിൽ വചനം നിറയാൻ അമ്മ നിരന്തരം അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വചനം കണ്ടെത്താം. നമ്മൾ വചനം കണ്ടെത്തുന്നത് ഈ ബൈബിളിൽ നിന്നാണ്. ഇതൊരു ഇംഗ്ലീഷിലുള്ള പോക്കറ്റ് എഡിഷൻ ബൈബിളാണ്. പുതിയ നിയമം മുഴുവനുണ്ട്, സങ്കീർത്തനങ്ങളുണ്ട്, സുഭാഷിതങ്ങളുണ്ട്. ഇത്രയും ഭാഗത്തു നിന്നാണ് നമ്മൾ വചനം കണ്ടെത്തുന്നത്. കണ്ടെത്തിയ വചനം നമ്മൾ മലയാളത്തിൽ തന്നെയാണ് വായിക്കുന്നത്. മലയാളത്തിലുള്ള POCയുടെ മൊബൈൽ ബൈബിൾ ആപ്ലിക്കേഷൻ വെച്ചാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമുക്ക് വചനം കണ്ടെത്താം. നമ്മളിതാ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഇന്ന് വചനം എടുക്കുന്നത്. മാർക്കോസ് എഴുതിയ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 51-ാമത്തെ വാക്യമാണ്. മാർക്കോസ് 10:51. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധൻ അവനോട് പറഞ്ഞു, ഗുരു, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നീ പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ യേശുവിനെ അനുഗമിച്ചു. ഇതിന് തൊട്ട് മുൻപുള്ള വാക്യമുണ്ട്. അവൻ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി. അപ്പോഴാണ് യേശു ചോദിച്ചത്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധൻ അവനോട് പറഞ്ഞു, ഗുരു, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. അപ്പോഴാണ് യേശു പറഞ്ഞത്, നീ പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ യേശുവിനെ അനുഗമിച്ചു. അപ്പോൾ കണ്ടില്ല, അതായത് അത്രയും വിശ്വസിച്ചിട്ടാണ് ആ പുറങ്കപ്പായം വലിച്ചെറിയാന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ അന്ധന്മാർ പുറങ്കപ്പായം ഇട്ടിട്ടൊക്കെ വേണം ആ സമൂഹത്തിൽ ജീവിക്കാൻ. അത് വലിച്ചെറിയുമ്പോൾ എന്ന് പറയുന്നത് ആൾക്ക് അത്രയും വിശ്വാസം ഉണ്ടായി. എൻ്റെ യേശു എനിക്ക് കാഴ്ച വീണ്ടും തരും. ആ വിശ്വസിച്ചത് കൊണ്ടാണ് അവൻ പുറങ്കുപ്പായം വലിച്ചെറിയാൻ അവൻ തയ്യാറായതിന് ശേഷം അവൻ പോയപ്പോൾ യേശു അവനെ സുഖപ്പെടുത്തി. അവൻ്റെ ബാഹ്യമായ അന്ധതയും മാറ്റി, ആന്തരികമായ അന്ധതയും മാറ്റി. അതുകൊണ്ടാണ് അവൻ യേശുവിനെ അനുഗമിക്കാൻ പറ്റിയത്, അല്ലേ? അവൻ അന്ധനായിരുന്നപ്പോൾ അവൻ കുറേ സ്വപ്നം കണ്ടിട്ടുണ്ടാവും. എനിക്ക് കാഴ്ച കിട്ടുകയാണെങ്കിൽ ഞാൻ പല കാര്യങ്ങൾ ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുന്നൊക്കെ. അതൊക്കെ മാറ്റിയിട്ട് അവൻ യേശുവിനെ അനുഗമിക്കുന്നവനായി. അപ്പം നമുക്കും നമ്മുടെ ആന്തരിക അന്ധതയെ മാറ്റി നമ്മുടെ ഈ ഭൗതികമായ പുറംകുപ്പായം വലിച്ചെറിഞ്ഞ് യേശുവിനെ അനുഗമിക്കാൻ സാധിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.